അപ്പോൾ MS പ്രോജക്റ്റിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ പറഞ്ഞു 12 സ്റ്റെപ്പുകളിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഒരു MS പ്രോജക്റ്റിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട്. ഈ ഓരോ സ്റ്റെപ്പുകൾ കഴിയുമ്പോഴും നിങ്ങൾ ആ സ്റ്റെപ്പിൽ വളരെ തറവായിട്ട് നിങ്ങൾക്ക് നോളജ് കിട്ടും. അതിന്റെ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ടുള്ള എക്സർസൈസുകൾ നിങ്ങൾ ഡെയിലി ചെയ്യണം. ഇതിന്റെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഡൗൺലോഡബിൾ റിസോഴ്സസും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഫയൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്ത് നോക്കാൻ പറ്റും. ഏത് സമയത്തും നിങ്ങൾക്ക് ഈ റെക്കോർഡ് സെഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഈ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ 12 സ്റ്റെപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഒരു പ്രൊജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ, ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ MS പ്രൊജക്റ്റിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് ടാസ്ക് മോഡുകളെ കുറിച്ച് പറയാനുണ്ട്. അതായത് ഓട്ടോമാറ്റിക് മാനുവൽ എന്ന 2 മോഡ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക, എന്താണ് സെറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള കാരണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എവിടെയാണ് അത് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ കാണിക്കും. മൂന്നാമത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ക്രിയേറ്റിംഗ് ടാസ്കുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും. നാലാമത്തിൽ അതെങ്ങനെ സ്ട്രക്ചർ ചെയ്യാം. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൽ, അറിയാം അതിനെങ്ങനെ സ്ട്രക്ചർ ചെയ്യാം. അതിനാണ് WBS എന്ന് പറയാം, വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. അതെങ്ങനെ ചെയ്യാന്നുള്ളത് പ്രാക്ടിക്കൽ ആയിക്കൊണ്ട് നമ്മൾ കാണിക്കും. നമ്മൾ വർക്ക് ചെയ്ത ഒരു ഷെഡ്യൂൾ എടുത്തുകൊണ്ട് നമ്മൾ അത് ചെയ്തത് കാണിക്കുന്നതാണ്. പിന്നീട് അതിലേക്ക് സ്റ്റെപ്പ് 5 അതിന്റെ ഡ്യൂറേഷനും എങ്ങനെയാണ് ഒരു മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്യുക. ഒരു പ്രൊജക്റ്റിന് മൈൽ സ്റ്റോൺ ഉണ്ടാവും, അതെങ്ങനെ ഡ്യൂറേഷൻ കാര്യങ്ങൾ എത്ര എങ്ങനെ കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് 5ാമത്തെ സ്റ്റെപ്പിൽ പറയാം. 6ാമത്തെ സ്റ്റെപ്പിൽ ഈ ആക്ടിവിറ്റികളൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടാവും, ലിങ്ക് ചെയ്യണം. നമുക്കറിയാം ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്ന കാര്യമാണ് ആക്ടിവിറ്റി ലിങ്കിങ്, എത്ര ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതെല്ലാം. അപ്പൊ അതെല്ലാം തന്നെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ലിങ്കിങ് ടാസ്കിൽ ലോജിക്കലി നമുക്ക് എങ്ങനെ, കാരണം ഇത് ലോജിക്കലി കറക്റ്റ് ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കാര്യങ്ങളൊക്കെ അറിയാം. നമുക്കറിയാം ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ 0 പ്ലോട്ട് ആക്ടിവിറ്റീസ് ആണ്. പ്രൊജക്റ്റിലെ ലോങ്സ്റ്റ് പാത്ത് ആണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആണ് ക്രിട്ടിക്കൽ പാത്ത് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ MS പ്രൊജക്റ്റിൽ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് നമുക്ക് പ്രൊജക്റ്റിൽ എടുക്കാൻ പറ്റും. അത് റെഡ് കളറിൽ ഗൺചാർട്ടിൽ കാണും. അതെല്ലാം തന്നെ നമുക്ക് കാണിക്കുന്നതാണ് ഇതിന്റെ ഭാഗമായിട്ട്. എങ്ങനെയാണ് അത് കാണാൻ, എങ്ങനെ നമുക്ക് റിപ്പോർട്ട് എടുക്കാൻ പറ്റും. MS പ്രൊജക്റ്റിൽ തന്നെ നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് നമുക്ക് റിപ്പോർട്ടായിട്ട് എടുക്കാനും കഴിയും. അതായത് ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും പ്രൊജക്റ്റിന് ഏറ്റവും ക്രിട്ടിക്കൽ. അതിൽ ഒരു ആക്ടിവിറ്റി ഒരു ദിവസം ഡിലേ ആയി കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് എൻറ്റയർലി ഒരു ദിവസം ഡിലേ ആവും. അതാണ് 0 ഫ്ലോട്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ ഒരു ഷെഡ്യൂളിന്റെ സ്ട്രക്ചർ ആയി കഴിഞ്ഞു. പിന്നീട് നമുക്ക് വേണ്ടത് അതിന് വേണ്ട റിസോഴ്സുകളാണ്. കോസ്റ്റ് റിസോഴ്സസ്, മെറ്റീരിയൽ റിസോഴ്സസ്, ലേബർ റിസോഴ്സ്, അങ്ങനെ 3 ടൈപ്പ് റിസോഴ്സുകളുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ എങ്ങനെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം, അതാണ് സ്റ്റെപ്പ് 7ലും സ്റ്റെപ്പ് 8ലും പറയുന്നത്. സ്റ്റെപ്പ് 9ല് നമുക്ക് ഒരു പ്രൊജക്റ്റിനും ഡെഡ് ലൈൻ ഉണ്ടാവും. നമുക്കൊരു ടൈംലി അണ്ടർ ബഡ്ജറ്റിൽ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആകുമ്പോഴാണ് അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറയാനൊക്കെയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെങ്ങനെ സെറ്റ് ചെയ്യാം, ഡെഡ് ലൈൻ ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനീഷ്യലി ഒരു പ്രൊജക്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇത്ര ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ഷെഡ്യൂൾ ആക്കി അത് ബേസ് ലൈൻ ആക്കി നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ലാസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിലാണ് നമ്മൾ ഒരു ബേസ് ലൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ ട്രാക്കിംഗ് ആണ്. അതാണ് സ്റ്റെപ്പ് 11ല് നമ്മൾ പറയുന്നത്. സ്റ്റെപ്പ് 12 ഇതിന്റെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം തന്നെ അതിൽ കസ്റ്റമൈസ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്താൽ തന്നെ നമുക്ക് എല്ലാവിധ റിപ്പോർട്ടുകൾ, ക്യാഷ് ഫ്ലോ റിപ്പോർട്ട്, റിസോഴ്സ് റിപ്പോർട്ട്, ഷെഡ്യൂളുകൾ, 2 വീക്ക് ലുക്ക് ഹെഡ്, വീക്കിലി ലുക്ക് ഹെഡ്, എല്ലാം തന്നെ ഇതിൽ ഓട്ടോമാറ്റിക് നമുക്ക് MS പ്രൊജക്റ്റ് ചെയ്യും. അപ്പൊ ഒരു 10 സ്റ്റെപ്പ് 11 സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MS പ്രൊജക്റ്റ് തന്നെ നമുക്ക് എല്ലാ വേണ്ട റിപ്പോർട്ട്, പ്രൊജക്ട് മാനേജ്മെന്റിന്റെ എല്ലാ റിപ്പോർട്ടും തരും. അത് എങ്ങനെയാണ് എന്നുള്ളത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കും.